हकीम, वेलकम टू अवर ग्रुप माय फ्रेंड। तुम डॉक्यूमेंट्स लेकर आया, मुझे पता था तुम जरूर आएगा। तुमने बोला मैं पूरे डॉक्यूमेंट लेके आया, बट डोंट चीट मी। ट्रस्ट मी, दाऊद ने हमारे इस प्रपोजल को एक्सेप्ट किया तो हम इस सॉफ्टवेयर को डेवलप करेगा। मैं तुम्हारा आइडेंटिटी किसी को शो नहीं करेगा। ओके माय फ्रेंड। गिव मी। കർത്താവേ, കാത്തോണെ, പെട്ടുപോയതാണ്, കുടുങ്ങല്ലേ. ഹലോ, ആ പറഞ്ഞോ. ആ നജു ഗ്രോസറിയാണ്. അരക്കിലോ മുളക് പൊടി, ആ മല്ലിപ്പൊടി ഒരു പാക്കറ്റ്, ഒരു കവർ ഉപ്പ്, ഒരു ചെറിയ പാക്കറ്റ് ജീരകോ. ആ ഇത്ര മതിയോ? ആ ഇപ്പൊ കൊടുത്തുവിടേ. നിങ്ങളുടെ റൂം നമ്പർ 208 ആ ഇപ്പൊ കൊടുത്തുവിടാം. ഓക്കെ. റഷീദേ, ആ ഷൗക്കത്തിന്റെ ബിൽഡിങ്ങില് 208 ഈ സാധനങ്ങൾ കൊണ്ടുകൊടുത്തേ. ആ ഹരിയെ, എന്താടോ പാല് ചെറുത് മതിയോ? 1-2 ദിവസമായാലും കണ്ടിട്ട്. ഓഫീസിൽ 2 ദിവസം തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഫാമിലിയും കൂടാതെ നാട്ടിൽ പോകുന്ന അതിന്റെ പർച്ചേസും അതിന്റെ തിരക്കായിരുന്നു. എന്താടോ അമ്മയ്ക്ക് ദീനം കുറവില്ലേ? ആ ഇല്ല. ആ ബാലൻസ് നോക്കിട്ട് എത്രയാണെന്ന് വെച്ചോ പറഞ്ഞാ മതി. ആ പിന്നൊരു കാര്യം, എന്റെ റൂം കൊടുക്കാനുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിപ്പോ ഇപ്പൊ ആരുമില്ല, ഞാൻ നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാടോ. ആ ശരി. ജെയിംസ് പറയടാ. എടാ മനോജേ, നീ ടിക്കറ്റ് എടുത്തായിരുന്നാ? എന്നാ ഷാർജയിലേക്ക്? ആ ടിക്കറ്റ് ഇന്ന് കൺഫേം ആക്കണോടാ. ഈ ഫ്രൈഡേയിലൊക്കെ ഞാൻ ആലോചിക്കുന്നത്. എന്താടാ? എടാ അവന്മാരെ ഒരു മുന്നറിയിപ്പും കൂടാതെയാ എന്നെയും ട്രാൻസ്ഫർ ആക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ആകെ ഡെസ്പായിരിക്കായിരുന്നു. ഇപ്പൊ ഹാപ്പിയായി, ഇനി ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണടാ. പിന്നെ അവിടുത്തെ താമസത്തിന്റെ കാര്യത്തെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ലടാ മച്ചാ. എങ്ങനെ നീ എന്റെ കാര്യം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാവടാ? ആ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ട് വിളിക്ക്, ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാക്കാവടാ. ഓക്കെ, അങ്ങനെയാണല്ലേ ടിക്കറ്റിന്റെ കാര്യം ഒന്നിച്ചെടുക്കാൻ HR സംസാരിക്കാം കേട്ടോ. എന്നാ ശരിടാ, ഞാൻ പിന്നെ വിളിക്കാം, ഇച്ചിരി ബിസി ഉണ്ടേ. ദാസേട്ടാ ഇതിന്റെ ഒരു കോപ്പിയോടെ. ഓക്കെ. ഹലോ ഹരിയേട്ടാ, മനോജാണ്. ആ റൂം നോക്കുന്ന കാര്യം എന്തായി? ആ റൂം, എടാ റൂം ഞാനൊന്ന് പറഞ്ഞത് ശരിയായില്ല. ഡേറ്റ് ഫിക്സ് ആയോ? നീ എന്നാ വരുന്നേ? ആ ഞാൻ ഈ ഫ്രൈഡേ മിക്കവാറും ഉണ്ടാവും. പിന്നെ ഞാൻ മാത്രമല്ല, ആ ജെയിംസറുണ്ടേ. ഹരിയേട്ടനറിയാം, അവനും കുവൈറ്റില് ഹരിയേട്ടനോടൊപ്പം ഗ്രീൻഫീൽഡ് വർക്ക് ചെയ്ത് ജെയിംസ് ഇല്ലേ, പർച്ചേസ് സെക്ഷനില്ലേ? ആ എനിക്കറിയാം. അവനിവിടെ ഒരു പരിചയമില്ല, അതാ പിന്നെ എനിക്കൊരു കൂട്ടുപോകുമല്ലോ. എടാ എന്റെ ഫാമിലി 2 ദിവസം മുമ്പ് നാട്ടിൽ പോയി. 2 മാസത്തേക്ക് റൂം ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ആലോചിക്കുന്നു. നീ എന്നാ വരുന്നേ? അതുവരെ നമുക്ക് അവിടെ തങ്ങാം, നോ പ്രോബ്ലം. നീ ധൈര്യമായിട്ട് വാ, ഏപ്രിൽ കൂട്ടാൻ ഞാൻ വരാം. ഞാൻ ഇത്തിരി തിരക്കാം, ഒരു സെക്കൻഡ്. ഹലോ, എന്നാ ആയിക്കോട്ടെ. ആ ഓക്കെ. എന്നാ അങ്ങനെ പറഞ്ഞ പോലെ. ഓക്കെ, ബൈ.
ചേട്ടാ ഇവിടെ സിഗരറ്റ് ഉണ്ട് ചേട്ടാ? ഇവിടെ ആ സാധനം ഒന്നുമില്ല കേട്ടോ. ഓ ഇല്ല അല്ലേ? ഈ ഓർഡർ കൊടുത്തു വിട്ടതാണല്ലോ, പിന്നെ ഇങ്ങനെ മിസ്സിങ് ചെയ്ത്. നമുക്ക് പറ്റിയതൊന്നും കാണുന്നില്ലല്ലോ സാധനം. 12 പാക്കറ്റ് കുബൂസ്, 20 ബിസ്ക്കറ്റ്. ഇതൊക്കെ ഇവന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞിരിക്കട്ടെ. എവിടെയാവട്ടെ. ഓ ചേട്ടാ ഇതിന് എത്ര ചേട്ടാ? ഇതിന് 18 ദിറംസ്. 18? ഏതിലപ്പോ ബാലൻസ് ഉള്ളത്? ചേട്ടാ ഏത് കാർഡ് വേണേലും എടുത്തോ. ഇജാതി കാർഡൊന്നും ഞങ്ങൾ എടുക്കല്ലാട്ടോ. കാർഡ് അടിക്കല്ലേ? ഓ ഇപ്പോഴും കാർഡ് എടുക്കാത്ത കടയൊക്കെ ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ ചേട്ടാ മാത്യു സാറിന്റെ കൂടെ. മാത്യു സാറിനെ നിങ്ങൾ എങ്ങനെ അറിയുന്നേ? ഓല് എന്റെ ഉപ്പാന്റെ പഴയ ചങ്ങാതിയാ. നിങ്ങളെന്താ ഇവിടെ? ഞാനൊന്നും ഇല്ലപ്പാ, ഞാൻ പടം കാണാൻ വേണ്ടി ഇറങ്ങിയതാ. സൂട്ട് വലിക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി എന്നാ. അല്ല ചേട്ടാ, ഒരു സിംഗിൾ അക്കോമഡേഷൻ വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട് ചേട്ടാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കാം ചേട്ടാ. ഹലോ ഹലോ ഹരി, നിങ്ങളൊരിക്കൽ ആ റൂമിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെ, എന്റെ 1-2 ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇപ്പൊ. അപ്പോ റൂം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണല്ലോ ഇപ്പൊ. എന്താ ചോദിച്ചേ? ഞമ്മടെ ഒരാളുണ്ടായിരുന്നു. അതെയോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കാം. കൊടുത്തോളൂ, എന്റെ നമ്പർ കൊടുത്തോളൂ, എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ. 0509755. എന്നാ പിന്നെ ശരി ചേട്ടാ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഇവൻ മാത്യു സാറിന്റെ ഇവനെന്തിനിപ്പോ റൂം? എന്തെങ്കിലും ആവട്ടെ. അയ്യോ അയ്യോ ചേട്ടാ, എന്റെ ബാഗ്. ചേട്ടാ അങ്ങനെ എല്ലാ കാര്യങ്ങളും. തുണി ചേട്ടാ, എന്റെ തുണി. ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേട്ടാ. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേട്ടാ. ആ നാൻസിനെ എനിക്ക് ഏത് നേരത്താണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത്. സാറാ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? ഞാൻ വാഷ്റൂമിലാ. ഓ അതെയോ? ഓ സാമുവല്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഈയിടെ വിളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതെയോ? ഞാൻ അന്വേഷിക്കാലോ. ഓഹോ, അത് ശരി. ഓ പെരുവഴിയിലായല്ലോ. ആരെ നേരത്ത്? ഓ അപ്പാപ്പിയാ. അപ്പാപ്പി. മനു, നിനക്ക് നന്നാവാൻ യാതൊരു ഉദ്ദേശമില്ല അല്ലേ? ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സസ്പെൻഡ് ചെയ്തവരുടെ കൂട്ടത്തിൽ നീ ഉണ്ട് അല്ലേ? മറ്റുള്ളവരുടെ മുമ്പ് തനകുറിച്ച് നിൽക്കേണ്ടി വന്ന ചക്കാത്തുപുറമിൽ ഒരേ ഒരു വ്യക്തി ഞാനാ. അത് നീ കാരണം. ആ സാമുവലിന് എന്നോടൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഒരു അർഹതയില്ലാത്ത നിനക്കൊരു ആ ജോലി വാങ്ങിച്ചെന്ന്. അത് നീ തൊളിച്ചോടാ. ഒരു ഓലി. ഓ, ആ സാമുവലിന്റെ സംസാരത്തിന് എനിക്ക് മനസ്സിലായത് അവിടെ ആരൊക്കെയോ സംശയം ഉണ്ടെന്നാണ്. എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് മിസ്സായിട്ടുണ്ട്. പക്ഷെ പുള്ളി മുന്നായിട്ടൊന്നും പറയുന്നില്ല. എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? ഒന്നും വേണ്ട. നീ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയണോ ആരോ കാല് പിടിക്കാൻ ഞാനില്ല. മറ്റുള്ളവരെല്ലാവരും ചിരിച്ചോണ്ട് പുറന്തള്ളിയപ്പം മകനില്ലാത്ത ഞങ്ങൾക്ക് അവസാന കാലത്ത് ഒരു തുണയാവുന്ന കരുതി. തെറ്റി, എനിക്ക് സാധിക്കും തെറ്റി. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഇത്രത്തോളം നിന്നെ പ്രാപ്തനാക്കി. വിഷം കലർന്ന തെറ്റായ ധാരണകളൊക്കെ മാറ്റണം. ചക്കാത്തുപുറവിൽ നടുതൂണായി മാറണം. ഇതെല്ലാം എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു നിന്നോട്. അന്ന് നീ എന്തു പറഞ്ഞിട്ടാ എന്റെ മുമ്പിൽ ഇറങ്ങിപ്പോയത്? തിരിച്ചു വരുമ്പോ പെട്ടി നിറയെ പണമായിട്ട് വരുന്നു. സ്വന്തമായിട്ട് പെട്ടി പോയിട്ട് 10 പൈസ ഉണ്ടോ നീ എടുക്കാൻ? എന്താ കാണണം? ഞാൻ കൊണ്ടുവരും. സന്തോഷം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ ഇവിടുത്തെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ തീരാറായി. നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ഉതിരിക്കരുത്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ക്യാൻ യു ഹിയർ മീ? ഇല്ലേ?
ഓ ഇനിയിപ്പോ അങ്ങോട്ടേക്കും പോകാൻ പറ്റിയില്ല. ശോ, ഓരോന്നൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണോ. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം ഭൂർഭുവസ്വഃ സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സമയം കുറെ വൈകി. ഓ മനോജായിരിക്കും. ആ ഹലോ ഹലോ മനോജ, ആ ഒരു 15 മിനിറ്റ് ഇപ്പൊ ഇറങ്ങി. ഓക്കെ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താടാ ഹരി, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട്? അല്ല ജോയിങ്ങിനെ കാണുന്നില്ല, മടി പിടിച്ച് തുടങ്ങിയോ? അല്ല എങ്ങോട്ടാ ഫ്രൈഡേ ആയിട്ട് ഇത്ര രാവിലെ? എന്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. നാട്ടിൽ അല്ലല്ല കുവൈത്ത്ന്നാ. അവരെ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. കുറച്ച് ദിവസം ഇവിടെ കാണും. അപ്പൊ ഫാമിലി ഒന്നും ഇവിടില്ലേ? മോന്റെ മോടെ ബഹളമൊന്നും കാണുന്നില്ലല്ലോ. അത് ഞാൻ പറയാൻ വിട്ടു. കഴിഞ്ഞ ആഴ്ച അവര് പോയി, നാട്ടിൽ പോയി. അമ്മക്ക് നല്ല സുഖമില്ല. ആ ഇനി കുറച്ചാൾ നാട്ടിലുണ്ടാവും. ശരി ശരി, ഓക്കെ ഓ സമയം പോയി കാണാ. ആ എന്നാ ശരി, കാണാം. എടാ ഞാൻ ആ ബസ് നിർത്തിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. എടാ നിങ്ങളെവിടെ? ആ ഞങ്ങൾ ഈ അറയിൽ പാർക്കിങ്ങിലാ ഉള്ളത്. അതെ, ആ ഞാനീ പാർക്കിങ്ങിലാ ഉള്ളത്. നിങ്ങൾ ആ ബസ്സിന്റെ പിറകിലോട്ട് വരാൻ പറഞ്ഞു. നിൽക്കുന്ന അവിടെ. ഞാൻ അവിടെ നിന്നോട് പറഞ്ഞില്ല അവിടെ കിടന്ന് ഇറങ്ങാതെ ഇങ്ങോട്ട് വരാം. നീ എന്നാ ഹരിയേട്ടാ, എത്ര നാളായി കണ്ടിട്ട്. ഇതാണ് വണ്ടി. നമ്മളെ പ്രാണവിതടാ. കേറടാ. കേറി. തിരക്കൊന്നുമില്ല ഇവിടെ തിരക്കില്ല. ഞാൻ ദുബായിൽ ഇറങ്ങിയ കുറെ സമയം എടുത്ത. ഇവിടെ ടോട്ടലി ചേഞ്ച് അല്ലേ കേട്ടോ. ആ 2020 അല്ലേ വരുന്നത്. നിങ്ങൾ ജബലാരി ഒന്ന് കാണേണ്ടത്. അവിടെ ബ്രിഡ്ജസ് എന്തൊരു മാറ്റാണ്. അതുകൊട്ടെ ഹരിയേട്ടാ, നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവിടെ പറ്റുന്ന വരുന്നതിനാ ചെയ്ത് കുറിയും തൊട്ട്. ഞാനിതിപ്പോ അങ്ങോട്ട് പറയാൻ തോന്നുന്നു. ഒരു ടൈ കൂടി ഉണ്ടായി സൂപ്പർ ആയാണ്. കളിയായിക്കോ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2 എണ്ണം അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. അത് കാരണം ഉറക്ക ക്ഷീണമില്ല. അല്ലടാ പോളെ കോപ്പേ, നിന്റെ കൂർക്കം വലിയാറ് ഞാൻ തീരെ ഉറങ്ങിയില്ല. റൂമിൽ പോയിട്ട് വേണം മര്യാദ കിടന്ന് ഉറങ്ങാൻ. ഒടുക്കത്ത് ചൂടാനുള്ള കാര്യമായിട്ട് ഇവിടെ. കുറച്ചുകൂടെ ലക്ഷറീസാ ഞാൻ. വിട്ട് കളയടാ, നമ്മളെങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. വീട്ടിലെത്തിയൊരു ഫീല്. ഇവിടെ തന്നെ ഉണ്ടാവണേ, അല്ലെങ്കിൽ അവള് വന്ന് തന്നെ ശരിയാക്കും. ശരിയാക്കത്ര. വല്ലപ്പോഴും ഒന്ന് അടിക്കണം, ഒന്ന് ചുരുണ്ടുകൂടി കിടക്കണം. No. Yesterday you promised me. Now you're telling like that? No. It's not possible. I need pure white color. Otherwise, I will go for another one. No explanation. No. Leave it. Okay. Chada. Okay. I have another call. Okay. Hello? Hi, darling. No, I am not there. I am here in Palm Jumeirah. No. I am swimming. No, I am not there.
Yeah, tomorrow I will come. Sure. I am in Palm Jumeirah. Yeah, I already told you I can book for you. ഇവിടുന്ന് കയറുമ്പോ Okay, you can believe me. Sure. Definitely get. Okay, my hair. ഇവനൊക്കെ ഇവിടുന്ന് വന്നതാ. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ. അതിപ്പോ നടക്കില്ല കേട്ടാ. അത് നിങ്ങൾ പറയുന്ന പൈസയായിട്ട് നമുക്ക് ഒക്കെയില്ല. ഒരു 2 ലാഖ് പിന്നെ കുറവും കൂടി ഉണ്ട്. അത് വേണ്ട, ആ പ്രോപ്പർട്ടി വിട്ടുകളഞ്ഞേക്കാം. അല്ലെങ്കിലും അത് അത്ര എനിക്ക് എന്റെ മനസ്സിലുള്ളതല്ല. ആ ഹരിയേട്ടന്റെ റൂം ഇവിടെ പറഞ്ഞതാ ചേട്ടാ. ഹരിയേട്ടന്റെ റൂം. കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ പ്രോഗ്രാം സൂപ്പറാ. എന്താന്നാ പിള്ളേരൊക്കെ പാടുന്നേ? ഞാനും പണ്ട് ഇതിനേക്കാൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഒരു ശോഭയ്ക്കും മോനും ഈ പൊറുക്കാൻ വലിയ ഇഷ്ടം. എന്ത് പറഞ്ഞാലും പുള്ളി കേക്കണ്ട. നിനിപ്പോ ആ മനു വാ, നീ നാളെ വരുന്നു പറഞ്ഞിട്ട്. ഹരിയേട്ട ഒരു മിനിറ്റ്. ഹലോ, ഹരിയായിട്ട് കേസാന്ന് തോന്നല്ലോ. I thought from ADIB. I will pay tomorrow. I will pay tomorrow. Okay, no problem. Okay, no problem. I know everything. I know. No problem. Okay, sir. Okay, bye. Okay, sir. Okay. നാൻസിയാ? അവളെന്താ ഇപ്പൊ ഈ നേരത്ത്? നാൻസിയാ? നാൻസി നിന്റെ ഹായ്, ഐ എം മനു ചക്കാട്ടുപറമ്പ്. ശരി. ഓക്കെ. ലോക്കൽ സാധനമൊക്കെ മേടിച്ചാണ് അടിക്കുന്നേ. നല്ലതൊക്കെ മേടിച്ച് അടിക്കേ. ഹരിയേട്ടാ, നിന്റെ പോകുന്ന നോക്കിയതാ. ഒന്നുമില്ല ചേട്ടാ, നേരത്തെ അങ്ങ് പോന്നു. ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ അല്ലേ. എവിടെ എന്റെ റൂം എവിടെയാ? നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്റെ ബാഗെടുത്തു. ഹലോ, മീറ്റിംഗ് കഴിഞ്ഞ് നിന്നെ കണ്ടില്ലല്ലോ. ഞാനിങ്ങ് പോന്നടി. അപ്പച്ചനാണെ ആ കല്യാണക്കാരൻ പറഞ്ഞോണ്ട് ഒരേ വിളിയാ. അതെയോ? എനിക്കാണെങ്കി നല്ല തലവേദന. ഇപ്പൊ നീ റൂമിൽ എത്തിയോ? ഞാനിപ്പോ റൂമിലുണ്ട്. ആ മനുവിനെ ആണെങ്കി വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പുള്ളിക്കാരൻ വിളിക്കും. നീ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്ക്. ഓക്കെ, ശരിയടി. ില്ല. ഈടെ മനോജേ, ഈ ലോജിസ്റ്റിക് ഇവന്മാരെ സിസ്റ്റം ഒന്നും ഒരു ശരിയല്ലടാ. എനിക്ക് ശരിക്കും മടുത്തിവിടെ. അതൊക്കെ നിന്റെ തോന്നലടാ പോയി. അപ്പൊ എന്റെ കാര്യം അതൊന്നല്ലടാ, നമ്മുടെ കുവൈറ്റ് ഓഫീസ് പോലെയൊന്നും അല്ല ഇവിടെ. എന്തിനും ഏതിനും പ്രഷർ, ഷൗട്ടിങ്. അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചങ്ങോട്ട് പോയാൽ മതി. എടാ, പ്രഷർ എല്ലായിടത്തും ഉണ്ട്. നീ ഇതാരോടാ പറയുന്നത്? നീ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നോക്കണം. അവിടെ ഉണ്ടടാ, മൊത്തം പ്രശ്നമായിട്ട് കിടക്കുകയില്ല.
എന്റെ ബോസ് അൽറംസിലടാ. ആ തുറപ്പുന്നവർക്ക് ഇട്ടൊരു 8 രൂപ പണിയും കൊടുക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ ഒരു വൺ മാൻ ഷോ. ഇവിടെ ഇത് മാത്രമല്ലല്ലോ കമ്പനി, വേറെയും കമ്പനികളുണ്ടല്ലോ. ഇതല്ലെങ്കിൽ വേറെ ഒന്നും നമ്മുടെ അടുത്ത കളി. പോകാൻ പറയാന്മാരോട്. എടാ നീ ആ ബോട്ടിലിരിക്കുന്നമാരെ നോക്ക്. എന്തെങ്കിലും ടെൻഷനുണ്ടോ? സിമ്പിൾ, എല്ലാം സിമ്പിളായിട്ട് എടുക്കാൻ നോക്കുക. ടെൻഷനൊക്കെ വിട്ട് കളയളിയ. നീ എന്താണ് ഇങ്ങനെ? നിനക്കതൊക്കെ പറയാം, പക്ഷെ ഓഫീസിലെത്തിയ എന്തോ ഒരു മാതിരി. എടാ നീ വലിയ ആത്മാർത്ഥത കാണിക്കാൻ പോകണ്ട. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങനെ നിന്നാ മതി. എല്ലാം വിട്ട് കളയാം. നീ ടെൻഷൻ അടിക്കാതെ, ബി കൂൾ. നീ ഇപ്പോൾ ഏതായാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. 2 ദിവസം ഫുൾ എൻജോയ് ചെയ്യുക. നീ അറിഞ്ഞോ? ആ കരിയേട്ടൻ കഴിഞ്ഞ ദിവസം 3 വിട്ടു. ആണോ? ഒരെണ്ണം തികച്ചടിച്ച പൂസാകുന്ന ആളായിരുന്നു. ഇപ്പൊ അങ്ങനെയൊക്കെ ആയി. നീ ആ കുടുംബം വഴിയാതവരാക്കരുത് കേട്ടോ. നീ പോടാ. നാട്ടിൽ പോയിട്ട് 2-3 സാലറി വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നില്ല. എന്തോ പറ്റി? അവനാരോടൊന്നും പറയാറില്ലല്ലോ. എനിക്ക് അവന്റെ ചില നേരത്തെ മട്ടും പാവമൊക്കെ കാണുമ്പോഴും. ശരിയാണ്, അവന്റെ ചില നേരത്തെ വർത്താനൊക്കെ കേൾക്കുമ്പോഴേ നമ്മളങ്ങാണ്ട് നിർബന്ധിച്ച് അവനെ കൊണ്ടുപോകാൻ താമസിച്ച പോലെ അവനാളിത്തിരി ഫ്രോഡാണോ എന്നൊരു സംശയമില്ലാതില്ല കേട്ടോ. എടാ നീ അവനെ വിളിച്ചിട്ട് കിട്ടിയാ? അവൻ എടുക്കുന്നില്ലടാ. ഈ കുപ്പി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, നന്നായി. അത് എടുത്ത് അടിച്ചു കളഞ്ഞു. ഒരു കുപ്പിക്ക് പോലും ഷെയറും തരുത്തോ. ആരെങ്കിലും വാങ്ങിച്ചു വെച്ചാലോ മൂസിനടുത്ത് അടിക്കുന്ന ആറി. നീ ഹരിയേട്ടനൊന്ന് വിളിച്ചേ, ഒരു ബൈക്കിൽ സീറ്റോടെ പറഞ്ഞു. ഹലോ ഹരിയേട്ടാ, നിങ്ങൾ എവിടെ എത്തി? ഞാനിവിടെ റൂമിനടുത്ത് എത്തണമല്ലോ. വരുമ്പോ ഒരു കുപ്പിയും കൂടെ വാങ്ങിച്ചു. ചേടാ ഇനിയിപ്പോ ആദ്യം ഞാൻ പോണ്ടേ? എന്തോ മാഷേ, വീക്കെൻഡ് ഒക്കെ അല്ലേ. ഓ ഹലോ ഹലോ, ആ ഞാൻ മനുവാണ്. അലിബായ്. हेलो, कौन? ഷോ मैं मनु हूँ. अरे मनु भाई, I tried so many times to get you. Why didn't take my phone? I want to meet you. तुम इंतजार करो. डोंट टेक टेंशन, ओके? Where is my? तुम्हारा शेयर तुम्हें जरूर मिलेगा. लेकिन भाई. क्या लेकिन? हेलो क्या लेकिन? हेलो. शे. മാട്ടക്കരയിലേ മാട്ടക്കരയിലേ. കഴിച്ചോളൂ. ഞാൻ കമ്പനി വാ. ഓക്കെ ഞാൻ ശരി. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഓക്കെ ശോഭ ചേച്ചി കൊണ്ട് പറയുമ്പോ എനിക്ക് തോന്നി അത് അവളായിരിക്കും. നിങ്ങൾ അങ്ങനെ പറയും. ഹലോ ഹരിയേട്ടാ. ഹലോ മോനെ, അച്ഛമ്മ ഉറങ്ങിക്കോട്ടെ, നീ അപ്പുറത്ത് പോയി കളിക്കേ. ജലദോഷം എങ്ങനെയുണ്ട് ഹരിയേട്ടാ? ഞാൻ കഷായം കുടിച്ചോണ്ടിരിക്കേന്ന്. തീരെ വൈകിൽ നാളെ ലീവാക്കി കൂടെ ഹരിയേട്ടാ? നോക്കാം. മോനും മോളും എന്തേ? മോളിറങ്ങി, മോൻ ഇതുവരെ ഉറങ്ങിയില്ല, ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്ക. പിന്നെ അമ്മയുടെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതെന്താ?
നാളെ കിട്ടുള്ളൂന്നാ ലാബിൽ നിന്ന് പറഞ്ഞത്. എന്തായാലും നാളെ ഡോക്ടറെ ഒന്ന് പോയി കാണാം. ആ അലമാരിയുടെ മുകളിലെ തട്ടില് രാസനാദിപ്പൊടി എടുത്ത് തിരുമ്പാൻ മറക്കല്ലേ. എനിക്ക് തൊണ്ട വയ്യ, നാളെ വിളിക്കാം. എന്നാ ഓക്കെ. വേണ്ട വേണ്ട നോക്കാം. വേണ്ട, ഉം. മനോജ് പാടും. മനോജ് പാടും. മനോജ് ഓക്കെ. പാടാ, ഞാൻ പാടാം. ഒന്നും അടിച്ചിട്ട് ഹരിയേട്ടാ, ജെയിംസേ നീ കുപ്പിയെടു. ഹരിയേട്ടാ സ്പൂൺ. പാട്ടയുടെ പാട്ട. ഒന്നും കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു, മൂന്നാമത്തേതാ എടാ ഇത് മൂന്നാമത്തേതാ. ഒന്നും കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു, മൂന്നാമത്തേതാ എടാ ഇത് മൂന്നാമത്തേതാ. മൂന്ന് കഴിച്ചാല് പോലും ഇന്ന് കിക്കാവാൻ വലിയ പാടാ. ഒന്ന് കിക്കാവാൻ വലിയ പാടാ. മാറ്റിക്കും മച്ചാനെ ഈ മാട്ട സാധനം മാറ്റിക്കും. കീശയും കാലിയായി കാശും തീർന്നല്ലോ, കള്ളും കഴിഞ്ഞല്ലോ, ഒരു കള്ളും കഴിഞ്ഞല്ലോ. ഒന്നും കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു, മൂന്നാമത്തേതാ എടാ ഇത് മൂന്നാമത്തേതാ. എന്നാ മാറ്റാം, മാറ്റിയൊന്ന് പിടിച്ചാലോ? മാറ്റാം, മാറ്റി പിടിക്കാം. ഡ്രൈ ആയിട്ടൊന്നടിക്കാം, നമുക്കിനി ഡ്രൈ ആയിട്ടൊന്നടിക്കാം. അച്ചാറും മിച്ചറും ഫ്രൈഡ് ചിക്കനും പൊള്ളിച്ച താറാവും ടച്ചിന് വേറെ നീ ഫ്രൈയും കൂട്ടാലോ. അയ്യേട്ടാ ഒന്നൂടെ കീറിക്കേ, കൊണ്ടുപോടാ, ഒന്ന് പോടാ. കൂമ്പുവാട്ടാൻ ഞാനില്ല, പെട്ടിയിലാവാൻ ഞാനില്ല. ശോഭയ്ക്കും മോനും വയ്യാത്തമ്മയ്ക്കും ഞാൻ മാത്രമാടാ, ഞാൻ മാത്രമാടാ. നശിപ്പിച്ചു. നിങ്ങൾ തന്നെ അവളോട് പാടാൻ, നിങ്ങൾ നശിപ്പിക്കില്ല. ഒന്ന് ഉഷാറാവാശാന. ഓ മനു ഇപ്പൊ വീണാണ്. മനു കൺട്രോൾ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്, അല്ല ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. വെട്ടിച്ചെറുടെ അയ്യമോണോ മോനെ വാ, കേറി വാ, വാ. പുത്തൻ ഡ്രൈവാൻ ക്ലാസ് ഇതെങ്ങാനും ചവിട്ടി പൊട്ടിച്ച എവിടെയായിരുന്നു, എവിടെയായിരുന്നു? എന്നും തീരാത്ത പ്രവാസികളല്ലേ. എന്താ ഒരു തന്റെ കയ്യിലൊരു പൊതി? ഇതാ പാലാമൂത്രമായി കൂടിയതിനെ കുറിച്ച് അപ്പൊ തീർച്ചയായിട്ടും നീ ഒരു തെണ്ടിയാ. അതെടാ ഞാൻ തെണ്ടിയാടാ. എന്നെ തെണ്ടിയും ആരും ഇല്ലാത്തവനൊക്കെ ആക്കി മാറ്റിയതാണ്. ഇല്ലടാ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാകത്തില്ലടാ. പക്ഷേ ഉണ്ടല്ലോ ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ, അത് തട്ടി വീഴല്ലോട്ടാ. നേരെ പുറത്ത് ടിവിയും കണ്ട് ചായെങ്കിലും ഇട്ടോളൂ. ആരോട് പറയാ? ഹരിയേട്ടാ സമയം പോകുന്നുട്ടോ. ആ വരുന്നടാ. മനോജേ, 1-2 മണിക്കൂർ ആലടാ, കഴിഞ്ഞില്ല ഇനിയോ? 1-2 മണിക്കൂറായി. കാർട്ടൂൺ കണ്ട് രസിക്കാൻ കണ്ട എന്തു ആടേ, എവിടെ പോവാനൊന്നും ഇല്ലേ? എവിടെ പോവാനാ? എങ്ങോട്ട് പോവാനാ? ടിവിക്കുള്ളിലോട്ട് കയറി ഇരുന്നോടാ. ഹരിയേട്ടാ ഡേറ്റ് ഒക്കെ ആയി വരുന്നുട്ടോ, ടിക്കറ്റ് എടുക്കണ്ടേ നമുക്ക്? ആ അത് നമുക്കൊന്നും അടിക്കൂടാ, നമ്മുടെ അടുത്ത് വെറുതെ പൈസ കളയാന്നേ ഉള്ളൂ. അതൊക്കെ നമ്മളൊന്ന് എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റും ഹരിയേട്ടാ. പൈസ ഭാഗ്യം എപ്പോഴാ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നീ കൊടുക്കുന്നുണ്ടോടാ? ഞാൻ 2 എടുത്തു.
ഹരിയേട്ടോ അവൻ എടുത്തെന്നാ പറയുന്നേ. ഒറ്റക്ക് മുടങ്ങാനുള്ള പരിപാടിയാ വേണ്ടി. അവന്റെ എടുക്കുന്ന അതേ പ്രതീക്ഷിക്കണ്ടോ? ഏത് കാര്യത്തിലും അവൻ ഒറ്റക്കുള്ള പരിപാടിയല്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒറ്റക്കുള്ള പരിപാടിയല്ലേ ഉള്ളൂ. നമുക്ക് നടന്നല്ലോ. ഓ ഇവിടെ ഇതാ ഞാൻ എത്തി. ഓക്കെ. ഓ എന്റെ വാച്ച് എവിടെ പോയി? അവിടെയുണ്ടോ? ഓ ഒന്ന് മാറി. എന്തുവാടാ എവിടെ പോയോ? എവിടെ പോയാലെന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാട്ടി ഓടുന്നുണ്ടല്ലോ. അതെയോ? അവനോട് എനക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യം എന്തായടോ? വല്ലതും നടക്കുവാ? ഒരു മാസമായില്ലല്ലോ വന്നിട്ട്. ശരിയാക്കണ്ടേട്ടാ. വല്ലവരും വാങ്ങിച്ചു വെച്ചേക്കുന്നതാ, കുറച്ചൊക്കെ അടിക്കടേ. എന്തുവാട്? എടാ മനോജ്, എന്റെ സ്പ്രേ ഒക്കെ അടിച്ച് തീർത്തോട്ടാ. ഒരെണ്ണം പുതിയ വാങ്ങിക്കോട്ടാ. എന്ത് പറ്റിയടാ? വലിയ ട്രാഫിക് ഇല്ലല്ലോ. ഇന്നിത്തിരി ട്രാഫിക് കുറവുണ്ടല്ലേ. ശരിയേട്ടാ, ആ മനുവിന്റെ കാര്യത്തില് നിങ്ങൾ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകും. കാര്യമൊക്കെ ശരിയാണ്. 2-3 ആഴ്ച കഴിയുമ്പോൾ നമ്മളൊക്കെ പല വഴിക്ക് പോവും. അവനെ കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്കോ നമുക്കോ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ആളിത്തിരി തരികിടിയാ, ഒരു ഉത്തരവാദിത്വ ബോധമില്ല. അവന്റെ ഇവിടെയുള്ള ഒരു അങ്കിളിന്റെ ബലത്തിലെ കളിയല്ല. അയാൾ ഇവനെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുവായിരുന്നു. ഇവനെ കൊണ്ട് അയാൾ പൊറുതിമുട്ടി കാണും. നമ്മുടെ നൗഷാദൊക്കെ പറഞ്ഞതാ, റൂമിൽ ഒന്നിച്ച് താമസിക്കുമ്പോ എല്ലാരും ഒന്നിച്ച് നിൽക്കണ്ടായോ? അത് ശരിയല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് അവൻ സഹകരിച്ചിട്ടുണ്ടോ? വല്ല കടയിൽ പോലും ഒരു സാധനം വാങ്ങിക്കാനോ പറ്റും? എന്നാ വല്ല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലോ വന്ന് കഴിക്കാനോ? അതെന്താ അങ്ങനെ? അവനെ എങ്ങനെ ഒന്ന് ഒഴിവാക്കാമെന്ന് ഏതറ്റം വരെ പോകും നോക്കും. പല ഉടായ്പ പരിപാടികളുണ്ട്. എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ എന്തെല്ലോ പരിപാടികളുണ്ട്. ഇന്നലെ അലമാര തുറന്നപ്പോഴേ കളിക്കാനായി ഒരു കുത്ത് ഷീട്ട് എടുത്ത് നോക്കിയപ്പോ മൊത്തം അത് കേടിക്കാടാ. അയ്യോ, ഞാൻ മനോജിനെ വിളിച്ചില്ലല്ലോ. വിളിക്ക്. ഇവിടെ മനോജേ, ഞാൻ ഈവനിങ്ങിലേ അവിടെ ഉണ്ടാവല്ലോ കേട്ടോ. ഞാൻ നേരിട്ട് അങ്ങോട്ട് പോവും. ഓക്കെ, ശരി എന്നാ. നാൻസിമോളോ, വാ കേറി വാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വാ ഇരിക്ക്. സാറാ, നാൻസിമോൾ വന്നിരിക്കണോ? ഒരു കപ്പ് ചായ കൂടി എടുത്തേ. വാ ഇരിക്ക്. മനുവിനാണ് നോക്കണേച്ചാ അവൻ ഇവിടെ ഇല്ല കേട്ടോ. കുറച്ചു ദിവസമായി പോയിട്ട് വാശിക്ക് ഇറങ്ങി പോയതാ. ഈ കൺവെട്ടത്ത് എവിടെയോ ഉണ്ട്, വരും. എന്താ മോളെ മുഖം വല്ലാതെ ഇരിക്കുന്നു? കണ്ണും നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പ്രശ്നം? പറയൂ. അങ്കിളെന്റെ കല്യാണാലോചന വീട്ടിൽ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിനിടെ ജോലി പോയതിന്റെ അമർഷാണെങ്കിൽ അപ്പന് വേറെ. മനു ആണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നു. മോളെ സമാനപ്പെട്, നമുക്ക് എല്ലാം ശരിയാക്കാം. എന്താ മോളെ കാലത്ത് തന്നെ ഇത്ര നേരത്തെ? ഇതാ ചായ കുടിക്കും. കിച്ചണിൽ കുറച്ച് പണിയുണ്ടേ, ഞാൻ ഇപ്പൊ വരാം. മോളെ വർക്കിച്ചനോട് ഞാൻ സംസാരിക്കാം. എന്റെ അഭിപ്രായത്തില് മോൾക്ക് നല്ല പോലെ ആലോചന വന്നാ അതങ്ങോട്ട് സമ്മതിച്ചേര്. അല്ലാതെ തേരപാര നടക്കുന്ന ഇവന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നില്ലല്ലോ. മോളെ നില്ല്, ഞാൻ പറയട്ടെ മോളെ. എടോ, ഒരു ബോട്ടിൽ വെള്ളം വൈകുന്നേരം റൂമിൽ എത്തിക്കണേ. എടോ, എവിടുന്ന് കിട്ടിടോ ആ ചെറുക്കനെ? പലപ്പോഴും റൂമിൽ എത്താറില്ല, ഒരു കാര്യത്തിലോ ഇൻവോൾവ്മെന്റും ഇല്ല. ഇനി എന്റെ റെന്റ് കിട്ടുമാവോ? ഹരി, ഞാനും ചിലതൊക്കെ അറിഞ്ഞു. ഞാൻ അവനൊന്ന് കാണട്ടെ, കണ്ടിട്ട് സംസാരിക്കാം. നീ ഒന്ന് കൂളാവൂ. ഇനിയിപ്പോ എവിടെ പോയി തപ്പാനവൻ? മഷി ഇട്ട് നോക്കിയാ കിട്ടുക. നീ ഇങ്ങ് വാടാ. എന്നാ അങ്ങനെ. ശരി എന്നാലേ. ആകെ തലവേദനയായില്ലോ പടച്ചോനെ.
നീ ഇതെവിടെയാ? എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചു? എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറയാം. നമ്മുടെ ആ പാർക്കിൽ വന്നാ മതി നാളെ 10 മണിക്ക്. ദേ വന്നില്ലെങ്കിൽ എന്നെ അറിയാലോ. भाई इधर आओ, ये ड्राइंग में देखो, इधर कितना पॉइंट आ रहा है, अभी आओ देखो, देखो उधर 2-3 डाला, इसमें कितना है? ऐसा डाले तो ऐसा हो जाएगा. Yes sir, we are doing day night working here. Yeah, sure. Tomorrow we will start concrete in the morning. अरे भाई क्या ഓക്കെ സർ ഓക്കെ. അമ്മേ, ഞാൻ അച്ഛനെ സംസാരിക്കട്ടെ. ഹലോ കണ്ണാ. ആ മോനെ, അമ്മ എവിടെ? അമ്മേനെ കൊടുത്ത്. ആ അതെ മോനെ, നീ അമ്മയുടെ ആയിരുന്നു ഫോൺ കൊടുത്ത്. ആ കൊടുക്ക് മോനെ, വേഗം കൊടുക്ക്. ഹലോ മോനെ, കഴിക്ക്. ഹലോ. ആ ഇവിടുത്തെ തിരക്ക് വേണ്ടി നിന്നെ വിളിക്കാൻ വെച്ചതാ. ആ അല്ലേ കുഴപ്പമില്ല, നീ എന്തായാലും വിളിച്ചാലോ, പറ. ആ അവിടെ ഇപ്പൊ ഓപ്പോണ്ടല്ലോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? ആ അമ്മയ്ക്ക് ഇപ്പൊ നല്ല കുറവുണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ആ പതുക്കെ നടക്കുകയൊക്കെ ചെയ്യും. ആ അപ്പൊ ഞാൻ ടിക്കറ്റ് മാറ്റുന്നില്ല, എല്ലാവരും ഏൽപ്പിച്ച് ഫ്രൈഡേ തന്നെ വന്നു. ഫ്രൈഡേ ആകുമ്പോ എനിക്ക് ലീവ് ആക്കണ്ടല്ലോ. ആ ഓക്കെ, എന്നാ പിന്നെ വിളിക്കാം. ആ ശരി. Nancy. Sure. You are looking very beautiful and pretty. ആ താങ്ക്സ്. പക്ഷെ നിന്റെ കോംപ്ലിമെന്റിനല്ല, ഇത്രയും നാളിന് ശേഷം ഒന്ന് വരാൻ തോന്നിയതിന്. ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ തനിക്ക്? ഈ സ്ഥലം ഞാൻ എങ്ങനെ ഓർക്കായിരിക്കും? പണ്ട് പാർട്ടിക്ക് പുതിയ തമാശ കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. ഇവിടെ തുടങ്ങിയതൊക്കെ ഇവിടെ തന്നെ അവസാനിക്കുന്ന തോന്നുന്നേ. എന്താ ഞാൻ ചെയ്യുന്നത്? നീ പിണക്കത്തിലാണോ? ഞാൻ ചില പ്രശ്നങ്ങളൊക്കെ. എനിക്കൊന്നും കേൾക്കണ്ട. എടി നീ കേൾക്കണം, ഞാൻ എല്ലാ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനോട് നീ ജോയിൻ ചെയ്യാൻ റെഡി ആയി നിന്നോ. അതുവരെ മാത്രം നീ കാത്തിരുന്ന മതിയോ? എല്ലാം വിശ്വസിച്ചിരുന്നു നാൻസി ഉണ്ടായിരുന്നു മുൻപ്. നിന്നെ വിശ്വസിച്ച് നീ പറഞ്ഞതിനല്ല ഞാൻ കൂട്ടുനിന്നു. അവസാന ടെക്നോ സാമുകളുടെ വിഷയത്തിൽ അതിനിപ്പോ എന്താ ഉണ്ടായിരുന്നോ? അറ്റ്ലീസ്റ്റ് എന്റെ ഒരു കോൾ പോലും നീ അറ്റൻഡ് ചെയ്തില്ലല്ലോ. എന്റെ ജോലിയും പോയി, എന്റെ മാനവും പോയി. എടി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ. അതെ, നിനക്ക് വേറെ കുറെ പേര് കാണും. നിനക്കറിയാം, മറ്റന്നാൾ നിന്റെ കല്യാണ നിശ്ചയമാ. നീ അല്ലാതെ മറ്റൊരാളെ എനിക്ക് വയ്യ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും you cannot believe. Now I am out of control. I lost my expectations and calculations. പറ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? See Nancy, ഞാനിപ്പോ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ക്രെഡിറ്റ് കാർഡ്, ലോണ്, ബൗൺസ്ഡ് ചെക്ക് എല്ലാം പെൻഡിങ്ങിലാ. എല്ലാം അപ്പാപ്പിയുടെ തലയിൽ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച ആ മോഹം ഇപ്പൊ ഒരു വ്യാമോഹമായി മാറി. അലിബായും എന്നെ ചതിക്കുമായിരുന്നു. ആ ടെക്നോ സാമുവൽസിനും എന്നെ സംശയമുണ്ട്. പറ, കല്യാണം ഉറപ്പിക്കാൻ വരുന്നവരോട് ഞാൻ ഇനി എന്താ പറയണ്ടേ? സോറി നാൻസി, എന്റെ ഈ സിറ്റുവേഷനിൽ ഐ കനോട്ട് മാരി യു. കാത്തിരിക്കാൻ പറയാൻ പോലും. യു ക്യാൻ സെലക്ട് ബെറ്റർ. മതി, നിനക്കിതെങ്ങനെ മതിയായി?
Nancy! Hello? Okay, I will talk to him. Just connect him. Hello? Hello? Mr. Manu is there? Yeah, Manu. Actually, I am calling from ABHB Bank. Mr. Manu, we already sent you some mail and a warning letter. Yeah, yes, I got, sir. Why you are not willing to contact the bank, Habibi? Oh, sorry, sir. I was with. Anyway, urgently you have to come tomorrow 10 a.m. Sir, oh, tomorrow 10 a.m. Means 10 a.m. Okay, sir, I will come. If you will not come tomorrow, so we will take action, okay? We will legally proceed your full information to HRDA and crime section of police, okay? Sir, please, sir, can you give me time 1 more month, sir? Please, sir. Mr. Manu, you cannot escape, okay? This is last warning from our side, okay? Agreed? Yes, sir. I can manage. Okay, take it. Ali bhai. Shit. Ali bhai. Hello? Ali bhai. Ali bhai. हाँ Ali bhai. Please, where is my money? कौन? First, don't cut my phone. क्या परेशानी है? I need money. I need money. I need money. चुप रहे. I want to see you. I am in a dangerous situation now. Hey man, रोता क्यों है? You don't know who I am. You are cheating me. You are cheating me. I will show you. I will show you. Okay, देख लेना. Ha 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 ha. എടാ അനുവേ, നീ ആ യൂസ്ഡുകാരൻ്റെ ആൾക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, അവരോട് വരാൻ പറ. വണ്ടി കൊടുക്കുവാടാ, നീ അങ്ങ് ഉറപ്പിച്ചു. അവരോട് വരാൻ പറ. ഓക്കെ.
നീ ഇവിടെ ഉണ്ടായിരുന്നു, എന്താ അതുമില്ല ഇന്ന് പോയില്ലേ? എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല, ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നു. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ കൊള്ളാവുന്നുണ്ട്. എന്റെ വണ്ടി ഉണ്ടോടാ? വണ്ടിയാ? നീ ഒന്ന് കിടക്ക്, എല്ലാം ശരിയാവും. വണ്ടിയെല്ലാം പോയടാ, എല്ലാം പോയി. മനു ഇപ്പൊ 0 ആയി. ആടാ എന്താ പറ്റി? നീ വന്നോ? നീ വിളിച്ചപ്പോ ഞാൻ ബിസി ആയിരുന്നു, എടുക്കാൻ പറ്റിയില്ല. മെസ്സേജ് കണ്ടപ്പോഴാ. എങ്ങനെയുണ്ടപ്പോ? ഇതൊക്കെ എന്ത്? അതാ മനു ഉണ്ട് ഇവിടെ. അല്ല എന്ത് പറ്റി? ഞാനേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ തുടങ്ങിയതാ. വയറ്റില് നല്ല സുഖമില്ല. ഒന്ന് വൊമിറ്റ് ചെയ്തപ്പോ ഇച്ചിരി ആശ്വാസമുണ്ട്. എന്നാലൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ കൊള്ളാവുന്നുണ്ടാ. നീ ഇരിക്കെ, ഞാൻ ഇച്ചിരി ചൂടുള്ള എന്താ. ചെയ്യാൻ പറ്റുന്നില്ല പറ. ഇല്ല, മനുവിന് പറ്റിയെന്ന് പറഞ്ഞേക്ക്. നീ മനുവിനോട് പറ്റിയെന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. എന്താ അവന്റെ പ്രശ്നം എന്താ? കൊടുക്കാൻ പൈസ ഉണ്ടാകണ്ടേ? അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചൂടുള്ള കൊടുക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. എന്താ ഞാൻ തരാന്ന് പറഞ്ഞു. ഇങ്ങനെയൊന്നും ആയിരിക്കരുത് റൂമിൽ താമസിക്കുമ്പോഴും. മനു തെരിയല്ലോ തന്നെ അവനോട് പോയി. അവൻ എന്തിയടാ? അവനങ്ങ് പോയോ? വരോട്ടെ. എന്തോ ആടോ, കുറേശ്ശെ കഴിക്കേ. വിശന്ന് പണ്ടാരം അടങ്ങിടൂ. ഫുഡ് കൊണ്ടുപോകാനും വാങ്ങിച്ചു കഴിക്കാനും ഒന്നും പറ്റിയില്ല, മൊത്തം തിരക്കായിരുന്നു. അല്ല, ഈ നൗഷാദ് കടയും തുറന്ന് എങ്ങോട്ടാ പോയെ? അവനിന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെയോ? അല്ല, ഫാമിലിക്ക് എന്നാ വരുന്നത്? ഫാമിലി വരാറായി. ഒന്നും പറയണ്ട, അവരുള്ളപ്പോ എല്ലാരും ഒരു ഓർഡർ ഉണ്ടായിരുന്നു. മനസ്സിലായി, കൂട്ടുകാരത്ത് താമസിക്കുമ്പോ അങ്ങനെയൊക്കെയാണോ? അല്ല, അന്നാവുന്ന ചെറുക്കൻ എങ്ങനെയുണ്ട്? അവന്റെ കാര്യം പറയണ്ട, അവനൊരു ഉത്തരവാദിത്വമില്ല. റൂമിൽ പലപ്പോഴും കയറി വരും. ഇവൻ എന്റെ റൂമിന് റെന്റ് വരെ ഇതുവരെ തന്നില്ല. തനിക്ക് വേറെ പണിയില്ലൂടോ? പറഞ്ഞു വിടോ അവനെയൊക്കെ. അവനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് പോക്ക് കേസാണ്. മനോജാ വിളിക്കും. ആയിക്കോട്ടെ. മനോജ്, ഞാനിവിടെ നൗഷാദിനെ കാണാൻ വന്നിട്ടല്ലേ? നൗഷാദ്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ ഈ ഗ്രോസറി ഞാൻ റൂമിലേക്ക് വരണ്ടല്ലോ. നിങ്ങളിങ്ങോട്ട് വന്നോളൂ. നമുക്കവിടെ നിന്ന് പോവാം, ഹോസ്പിറ്റലോ ക്ലിനിക്കോ കാണിക്കാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ. കണ്ടില്ലെന്ന് തോന്നുന്നു. നല്ല പണിയാ കാണിച്ചേ. കടയിൽ നേരെ ഇങ്ങോട്ടാ പോന്ന്. ഫോണും എടുക്കുന്നില്ല. ഞാൻ അവിടെ എത്ര നേരം കാത്തു വെക്കുന്നു. എന്തോ സീരിയസ് ആയി സംസാരിക്കാണെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ഷാജി. ഞാൻ ഈ ഫാക്ടറിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നത് 2-3 പേരെ. കുറച്ച് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോ മുതിർ പറഞ്ഞു അവരെയൊക്കെ ഒന്ന് വിളിച്ച് കാണിച്ചിട്ട് 2-3 പേരെ വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് വെച്ചതാ. നമുക്ക് എന്തെങ്കിലും ചിലരെ തടയുന്നതല്ലേ, എന്തെങ്കിലും കാര്യം നടത്താലോ. ജെയിംസ് എന്തേ? ജെയിംസിന് നല്ല സുഖമില്ല. അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് റൂമിലാക്കിട്ട് ഞങ്ങൾ ഇനി പോകുന്നു. അതിരിക്കട്ടെ, നീ ഇപ്പൊ ഫ്രീ അല്ലേ? ഞാനിപ്പോ ഫ്രീയാ. പാർട്ടീസൊക്കെ പോയല്ലോ. പിന്നെ ഞാൻ പറയാനിരുന്നത് മനുവിന്റെ കാര്യാ. അവനിപ്പോഴും നിങ്ങളുടെ റൂമിൽ തന്നെയല്ലേ? റൂമിലൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് 2 ദിവസം എല്ലാവരും. അവനെ വിളിച്ചാ ഫോണും എടുക്കത്തില്ല. എന്ത് ചെയ്യാനാ അവന്റെ കാര്യം പറഞ്ഞ. നീ മനുവിന്റെ കാര്യം എന്തോ പറയാനെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉപ്പാന്റെ കാര്യത്തിന് നാട്ടിൽ പോയിരുന്നു. ഉപ്പ പറഞ്ഞതനുസരിച്ച് ഓന്റെ അങ്കിളിനെ ഞാനിവിടെ വന്നപ്പോ പോയി കണ്ടിരുന്നു. അങ്കിൾ ഉപ്പാന്റെ കാര്യം സംസാരിച്ച് അവസാനിപ്പിച്ചതോ മനുവിന്റെ കാര്യത്തിലാ. ഇത് നിങ്ങളോട് പറയാൻ 2-3 ദിവസമായി ഞാൻ വിചാരിക്കുന്നു. പറയാം. ചൂട് തുടങ്ങിയത് നല്ലടാ. തുടങ്ങിയൊന്നു. ഉപ്പ ഇവിടെ ഉള്ളപ്പോ മാത്യു സാറ് പലതവണ കടലിൽ വന്നിട്ടുണ്ട്. 1-2 തവണയെ കണ്ടിട്ടുള്ളൂവെങ്കിലും ഉപ്പ പറഞ്ഞ് അവരുടെ സ്നേഹബന്ധത്തെ പറ്റി എനിക്കറിയാം. പുള്ളിക്കാരൻ നല്ല ആളാണ്. ഉപ്പയെ ഒത്തിരി സഹായിച്ച ആളാണ്.
അല്ല ഇപ്പൊ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്? മനുവിന്റെ കാര്യം സംസാരിക്കണ്ടെന്നല്ലേ പറഞ്ഞു? എടാ അത് തന്നെയേ പറഞ്ഞു. ആ അല്ല ഈ അങ്കിളിന് ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ ഒന്നുമില്ല. ആദ്യം ഇവിടെ 2-3 മെഡിക്കൽ ഷോപ്പ്, കണ്ണാടിക്കട ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നു. എന്തെങ്കിലും നഷ്ടം പറ്റി കാണും. അതെ. അല്ല ആരോ ചതിച്ചതാണെന്ന് തോന്നുന്നു. ഈയിടെ പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റും ഉണ്ടായി. ഇപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പുള്ളിക്കാണെങ്കിൽ ഒരൊറ്റ മകളാണ്. ഓള് മംഗലം കഴിഞ്ഞ് ലണ്ടനിൽ സെറ്റിൽഡായി. അല്ലേ അങ്കിളിന്റെ അടുത്ത് അവൻ മാറി നിൽക്കാൻ കാരണം തന്നെ? ഓ അതോ നീ പറയണേ. അതൊക്കെ പറയണമെങ്കിൽ നമ്മൾ കുറെ പുറകോട്ട് പോകണം. അവരൊക്കെ ചക്കാട്ടുപറമ്പിൽ എന്ന് പറയുന്ന വലിയ തറവാട്ടുകാരാ. പണ്ട് ഈ മനുവിന്റെ അമ്മ, അതായത് മാത്യു സാറിന്റെ പെങ്ങള്, ഓള് വീട് വിട്ടിറങ്ങിപ്പോയതാ. ആ സംഭവം അവർക്ക് വലിയ നാണക്കേടായി. കുറെ കാലത്തിന് ശേഷം മനുവിന് 3-4 വയസ്സായി കാണും. അവര് ഭർത്താവുമായി വീട്ടിലേക്ക് വന്നു. അവരാരും സ്വീകരിച്ചില്ല. കൂട്ടത്തിൽ മാത്യു സാറിന് മാത്രം കുറച്ച് അലിവുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ അവരിറക്കി വിട്ടു. ആ പോയ പോക്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവർ 2 പേര് സ്പോട്ടിൽ മരിച്ചു. മനു മാത്രം രക്ഷപ്പെട്ടു. ഭയങ്കര സംഭവമായി പോയല്ലോ. തറവാട്ടിൽ അവന് ആരും നോക്കാൻ തയ്യാറായില്ല. അവന്റെ അമ്മയുടെ സ്വത്തടിച്ചെടുക്കാൻ വേണ്ടി അവരെല്ലാവരും അവനെ അപായപ്പെടുത്താൻ നോക്കി. ശരിക്കും പറഞ്ഞ ഈ മാത്യു സാർ ഇപ്പോഴും അവന്റെ രക്ഷകൻ. എന്തിക്കാ നിങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല? അവൻ എന്തിനാ ഞങ്ങളുടെ കൂടെ? എടാ അവന്റെ അമ്മേനെയും അച്ഛനെയും അവന്റെ അമ്മാവന്മാർ കൊന്നുവെന്ന് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. മാത്യു സാറിന് നന്മയായിട്ട് ആരും മനസ്സിലാക്കുന്നുമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ആരുടെയൊക്കെ വലിയ വാശി തീർക്കുന്നത്, ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ലാതെ. ആൺമക്കളില്ലാത്തത് കൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും വിഷം അറിയിക്കാതെ മാത്യു സാറും സാറ ചേച്ചിയും സ്വന്തം മകനെ പോലെ കരുതി. അവന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കി നല്ല നല്ല ജോലികൾ വാങ്ങി കൊടുത്തു. എല്ലാം അവൻ കളഞ്ഞു പോയിച്ചു. മനോജെ ഇപ്പൊ പല വഴിവിട്ട ബന്ധങ്ങളൊന്നും പറയപ്പെടുന്നത് ആണോ? ഇപ്പൊ നമ്മളെന്ത് ചെയ്യാനാ? ആര് പറഞ്ഞു മനസ്സിലാക്കുവനെ? നന്നാവണെങ്കിൽ അവനൊന്നും തന്നെ വിചാരിക്കണം. ഇപ്പൊ ജോലി ഉണ്ടായിരുന്ന കമ്പനിയിൽ എന്തോഷ്യസ് കാരണം അവനെയും കുറെ പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അതുമാത്രല്ല അവന് പേద പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്നു. എടാ അത് ഞാൻ പറഞ്ഞില്ലേ, അവൻ 1-2 തവണ പറഞ്ഞ നാൻസി. പാവം പെൺകുട്ടി. 3-4 ദിവസമായിട്ട് മനസ്സിൽ കിടന്നത് അങ്ങ് പോകുകയായിരുന്നു. നിങ്ങളോട് പറഞ്ഞപ്പോ ഒരു ആശ്വാസമായി. കടനാണല്ലോ വിളി. ഇവിടുത്തെ കാര്യം അതൊക്കെ ഞാനും അവരെ പറഞ്ഞു വിട്ടല്ലോ. നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളങ്ങോട്ടാ. നിങ്ങളുടെ കൂടെ. Oh, you? 10 minutes you late. What will I do? I can't wait here. You know the traffic. I was stuck in traffic, so please. Okay, sit. Okay, we'll sit. You want coffee? Oh, no thanks. Ali bhai, I called before several times. I don't know. Maybe you are busy. Me? No, never. I didn't receive. Yes, I called you several times, but you are not answering. Okay, come on man. What's your problem? भाई, हमारे डील के बारे में दाऊद क्या बोला? क्या डील? आप क्यों ऐसा बोल रहे? वो सॉफ्टवेयर का. अच्छा, सॉफ्टवेयर. जाओ, पहले पूरा डॉक्यूमेंट चेक करो. दाऊद मेरे से झगड़ा किया, मैं उसका टाइम वेस्ट किया. जाओ, तुम पूरा डॉक्यूमेंट्स पहले लेकर आओ. अली भाई प्लीज, आपको मालूम है मैं कंपनी के बाहर है. थोड़ा अंदर जाओ. मेरे के लिए आप एक बार भी पूरा चेक करो, नहीं ये तो वापस दे दो. सॉरी मिस्टर मनु, दाऊद मुझे मारेगा. नेक्स्ट टाइम डोंट कॉल मी.
ओके अली भाई, एक मिनट, अली भाई, अली भाई, अली भाई। ഹരിയേട്ടാ, മനോജ് എന്നെ ഇപ്പോ വിളിച്ചായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? നമ്മുടെ മനു. ആ, ഞാനിപ്പോ അറിഞ്ഞതേ ഉള്ളൂടാ. മനോജ് പറയുന്നത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോ മറ്റാണെന്നാ. എടാ, ഞാനത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് എന്നോട് പറയാന്ന് കരുതിയതാ. മോൻ അടുത്ത ആഴ്ച വരുന്നതല്ലേ, അപ്പൊ അവനൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ച് വന്നതാ ഇങ്ങോട്ട്. എടാ, അവൻ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇപ്പൊ നൗഷാദ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. നൗഷാദ എന്നോട് പറഞ്ഞത്. റൂമിലാണെങ്കിൽ മര്യാദയ്ക്ക് വരാറില്ല, നമ്മളാണെങ്കിൽ അവന്റെ കാര്യം കൊണ്ട് അന്വേഷിക്കാറില്ല. ഇനിയിപ്പോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? എനിക്കൊരു എത്തും പിടിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. സ്റ്റേഷനിൽ ഇപ്പൊ ആരെങ്കിലും? നൗഷാദും മംഗളും മറ്റൊന്ന് രണ്ട് പേരും അവിടെ ഉണ്ട്. ഇനിയിപ്പോ എന്റെ പേടി നമ്മളെ പേരിൽ ഇനി എന്തെങ്കിലും എൻക്വയറി വരുവാ. എന്റെ കർത്താവേ, നമുക്ക് വല്ല പണിയും കിട്ടുമോ ചേട്ടാ? ഏതായാലും നമുക്കൊന്ന് അവിടെ വരെ പോവാ. എന്തായാലും നമ്മളെ റൂമിൽ ഉണ്ടായിരുന്നതല്ലേ. നീ മനോജിനെയും കൂട്ടി അവിടെ വെയിറ്റ് ചെയ്യേ. ഞാനിവിടെ കടയിലെ ബില്ല് ചെയ്തിട്ട് ഞാൻ വിളിക്കാം തന്നെ. ഓക്കെ, എന്നാ ശരി, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വാ. ഞാൻ മനോജിന്റെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്കിൾ ഏറ്റെടുത്തോ? അതെന്തായാലും നന്നായി. ഇത്രയും കെടുക്കാടും ഇതെല്ലാം ഉണ്ടായിട്ട് എത്ര കൂളായിട്ട് അവിടെ നടന്നത്. ശരി ശരി, ഞങ്ങളൊന്ന് അങ്ങോട്ട് വരാം. ഇവിടെ 1-2 പേപ്പർ കൂടി കൊടുക്കാണ്ട്. ഓക്കെ. ശരി എന്നാ. എന്താ ചേട്ടാ, എന്താ പറഞ്ഞ? പേടിക്കാനൊന്നും തോന്നുന്നു. നൗഷാദ് പറഞ്ഞത് അവന് റിലീസ് കിട്ടിയെന്നാ പറഞ്ഞു. അപ്പോ കമ്പനിയുടെ കേസിന്റെ കാര്യം എന്തായി? അത് ആ ടെക്നോ സാമ്പിൾ കമ്പനിക്കാർ ആ കേസ് പിൻവലിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം അവന്റെ അങ്കിളിന്റെ പിടിപാടാ. പുള്ളിക്ക് കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ശരിയാടാ. എന്താ ഇവനിങ്ങനെ? മനു, നീ വന്നേ ആടാ. കേറി.
നൗഷാദ് പറയൂ എന്ത്? ഓ നിങ്ങൾ പോയാ? ഏത് വഴിക്കങ്ങ് പോയേ? സ്റ്റീഫ, വണ്ടി ഒന്ന് സൈഡാക്കോ. മനു, നിന്നോട് ഓഫീസിൽ വെച്ച് പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കും അങ്കിളിനും നിന്നോട് പറയാൻ. ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളൊക്കെ ഒരു കണക്കിന് നല്ലതാ. ഇനി എല്ലാം നിന്റെ ഇഷ്ടം, നിനക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു കാര്യം, നീ വെറുക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവനെ ഓർത്ത് ആ നിൽക്കുന്ന മനുഷ്യനെ ഉൾപ്പെടുത്തരുത്. ഒരു മകന്റെ കടമ നീ നിറവേറ്റു മോനെ. ഇതിൽ കൂടുതലൊന്നും ഞാൻ നൗഷാദിക്കല്ലേ വണ്ടി വണ്ടി നോക്കി. വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി? എടാ മാനേജറോട് വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ഇപ്പൊ പോയേക്കാടാ, നമുക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാം. നൗഷാദ് എന്താ ഇവിടെ? അവരൊക്കെ മാത്യു സാർ ഇതേ പോകുന്നു. കൂടെ മനു ഉണ്ട്. സ്റ്റേഷന്റെ അവിടെ നിങ്ങൾക്ക് വേണ്ടി അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തതാ. മാത്യു സാറിന് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരല്ലേ പോകുന്നത്? അതല്ലേ എല്ലാം ശരിയായി. പക്ഷെ പുള്ളിയുടെ മൈൻഡ് അങ്ങോട്ട് ആള് നല്ല വിഷമത്തിലാണ്. അയ്യോ മോനെ! പപ്പി, അയ്യോ പപ്പി, അയ്യോ അയ്യോ മോനെ മോനെ അയ്യോ 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 വെള്ളിപ്പാപ്പി 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 വാ വെള്ളിപ്പാപ്പി വെള്ളി വാ വെള്ളിപ്പാപ്പി 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 അയ്യോ എന്റെ വെള്ളിപ്പാപ്പിക്ക് എന്നെ പറ്റി വെള്ളിപ്പാപ്പി എന്ത് പറ്റി വെള്ളിപ്പാപ്പി 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 ഒന്നും പറ്റിയില്ല വെള്ളി എന്റെ വെള്ളിപ്പാപ്പിക്ക് ഇനി ഞാനുണ്ട്, ഈ മനുണ്ട്.
തണലായി കുളിരായി മാറാം. മുറിവാർന്ന മനസ്സിൽ ഒരു മഞ്ഞു കണമായി തലോടാം. തൂവലാൽ കാവലാളായി ഞാൻ തരുമോ എനിക്കെന്നും പരിലാളനം. ഈ നെറുകിൽ കനിവാർന്ന പനിനീർമുത്തം. എന്നോട് ക്ഷമിക്കൂ എന്റെ പാപ്പി. നീ തിരിച്ചു വരുന്ന എനിക്ക് അറിയാമായിരുന്നു എന്റെ മോനെ. നിന്നെ ഇനി ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. നിനക്കുള്ള ഫോണാ? എനിക്കോ? ആരാ ഇത്? നാൻസി? നാൻസി? എടാ നാൻസി എടുത്ത് പിടിച്ചിടാ. പത്രം തുറന്ന മുഴുവൻ ക്രൈം വാർത്തകളാ. എല്ലാത്തിനും വെടിവെച്ച് കൊല്ലണം. ഇരുന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. മനസ്സിലായി. മക്കളെ, നിങ്ങളുടെയൊക്കെ ഈ സന്തോഷം കാണുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ സന്തോഷം. അങ്കിളെ, ആന്റിയുടെ ഫ്ലൈറ്റ് 2 മണിക്കല്ലേ? നീ എത്തത്തില്ലേ അപ്പോഴേക്ക്? ഞാൻ ആ മീറ്റിംഗ് കഴിയുമ്പോ തന്നെ ഇങ്ങോട്ട് എത്തും. നീ ചായ കുടിച്ചില്ലല്ലേ? ഓ മതി മതി. ശരി. ഓക്കെ, ഒരുങ്ങിക്കണേ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഇപ്പൊ സാറ് തുറച്ചിട്ടതല്ലേ ഞാൻ തെന്നി മറിഞ്ഞ് വീണോ രണ്ടുപേരും കൂടി. എല്ലാം ഞാനിപ്പോ വാരി കെട്ടി വെച്ചതല്ലേ ഉള്ളൂ. ഇത്ര കഴിഞ്ഞെല്ലാം പരത്തിട്ടോ. ഇതാരെല്ലാം പറഞ്ഞിട്ട് നീയാണോ? ഇതും അറിയണ്ടല്ലോ ഹരിയേട്ടാ. ഹരിയേട്ടാ, കുട്ടികൾ വന്നു ഒന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എന്താ മക്കളെ കളിക്കുന്നേ? കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ പറഞ്ഞേ? പിള്ളേരാകുമ്പോ ഇങ്ങനെയൊക്കെ കളിക്കൂടി. വാ മക്കളെ, മക്കളെ വാ. അച്ഛൻ ഉമ്മ തന്നെ. വരൂ. ഉമ്മ തന്നെ. എന്താ നിനക്ക് ഉമ്മ വേണോ? ചുമ്മാ ചുമ്മാ ചുമ്മാ. ടൈം നോക്കടാ, ഫ്ലൈറ്റ് മിസ്സാവും. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അറിയാതെ ബുദ്ധിമുട്ടിയാണ്. നമുക്ക് വല്ല ടാക്സി വിളിച്ചു പോകും. പറഞ്ഞാലും കേൾക്കില്ല. നൗഷാദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ആരെ വിളിക്കാൻ നിൽക്കണ നീ? ടാക്സി വിളി. വരുന്നു. ഓടി വരുവോ? മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ശരി.
കാണാൻ പറ്റില്ല. ശരി. അയ്യോ 4 മണിക്കല്ലേ നിങ്ങളുടെ ഫ്ലൈറ്റ്? ഞാൻ കാരണം നിങ്ങളെ ആന്നും കുഴപ്പമില്ല. അതെ ഇവിടെ വിട്ടപ്പോ പോവാൻ തോന്നി. ഇവനായിരുന്നു പെട്ടെന്ന് പോണം പോണെന്നുള്ള ചിന്ത. ഞാൻ വൈഫിനെ അടുത്ത മാസം കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചാ. ഇവിടെ ആകുമ്പോ നാൻസിയും പ്രഭ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ശരിയാവും. ഹരി വന്നല്ലോ, ഇനി ലേറ്റാക്കണ്ട. നമ്മളെ ഒന്നും മറക്കല്ലേ കേട്ടോ. നേരം കിട്ടുമ്പോ വിളിക്ക്. പിന്നെ തീർച്ചയായും. എടാ സമയം കുറയാ, ഇപ്പൊ പോയില്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും. നേരത്തെ എങ്ങ് എത്തണം, ഡേറ്റ് മറക്കരുത്. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. 28-നല്ലേ? നല്ല ആള്. 24. ടാക്സി വിളിക്കാൻ 15-20 ആവുമ്പോ അവിടെ എത്തും. ഓക്കെ ശരി, പോയിട്ട് വാ. വൈകിട്ട് കാണണം. ശരി ശരി. കാണാടാ. ഓക്കെ ബൈ ബൈ. അപ്പൊ എല്ലാം പറഞ്ഞു. ഓക്കെ ബൈ ബൈ. ഓക്കെ.